ജോസ് കെ മാണിയെ കൈവിടാൻ തയ്യാറായി വരികയാണ് കൂടെയുള്ള എം.എൽ.എമാർ. അതായത് ഞങ്ങൾ LDF മുന്നണി വിടില്ലെന്നും UDF ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ പിണറായി വിജയനാണ് കൈപിടിച്ചതെന്നും പറഞ്ഞ് വിലപിക്കുന്ന ജോസ് കെ മാണി ആ തീരുമാനമെടുത്തത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് എന്ന് ആർക്കെങ്കിലും തോന്നാനിടയില്ല. ഇപ്പോൾ കയ്യിലുള്ള 5 MLA-മാരിൽ പലരും തോൽക്കാനും ഇടതുമുന്നണിയുടെ ഭരണം തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്ന് കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും വിശ്വസിച്ച ഒരു കാര്യം അത് ജോസ് കെ മാണിക്ക് മാത്രം മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. അവർക്കിത് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയുടെ മാത്രം പിടിവാശി കൊണ്ട് സംഭവിച്ചതാണ്. പാർട്ടിക്ക് വേണ്ടിയോ അല്ല വ്യക്തിപരമായോ നടത്തിയ ഏറ്റവും വലിയ ഒരു സംഭവം. ആ സംഭവത്തിൻ്റെ ഫയൽ CPM-ൻ്റെ കയ്യിൽ കിടക്കുകയാണ്. അതെടുത്ത് കാണിച്ച് വാസവൻ മന്ത്രി വിരട്ടിയപ്പോൾ ജീവിതം തീർന്നു പോകുമെന്നൊരു തോന്നൽ വന്നതോടെയാണ് റോഷി അഗസ്റ്റിൻ നിലപാട് മാറ്റിയത്. അല്ലെങ്കിൽ ഇനിയൊരിക്കലും മന്ത്രിയാകില്ല എന്നറിഞ്ഞിട്ടും പ്രതീക്ഷ UDF-ൽ മാത്രം പോകുന്നത് എന്നുറപ്പിച്ചിട്ടും ആ മാറ്റം നടപ്പിലാക്കാൻ റോഷി തയ്യാറാകാത്തത് ആ ഫയൽ അത്രയും വലുതായതുകൊണ്ട് തന്നെയാണ്. ആ സംഭവം എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം, വാസവനും അതറിയാം. അത് ഇനിയും എടുത്ത് പുറത്തിട്ടാൽ കേരള കോൺഗ്രസ് തന്നെ തീർന്നു പോകും എന്നുള്ളൊരു പേടി അവർക്ക് വന്നിരിക്കുന്നു. നമുക്കറിയാം KM മാണി സാറിനും ഭാര്യ കുട്ടിയമ്മയ്ക്കുമൊക്കെ നോട്ടെണ്ണുന്ന യന്ത്രം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞത് CPM ആണ്. എന്നാൽ ഇപ്പോൾ ആ യന്ത്രം എവിടെയാണെന്ന് അറിയാൻ പോലും ആർക്കും താല്പര്യമില്ല. മിക്കവാറും അത് CPM-ൻ്റെ കയ്യിൽ കാണാനാണ് സാധ്യത. കാരണം അവർക്ക് മാത്രമേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. പറഞ്ഞു വരുന്നത് ജോസ് കെ മാണിയുടെ പ്രവർത്തകർ ബഹുഭൂരിഭാഗവും UDF-ൻ്റെ ഭാഗമായി കഴിഞ്ഞു. ബാക്കിയുള്ളവർ അതിലേക്ക് പോകാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. എന്നിട്ടും LDF-ൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ LDF-നൊപ്പം നിന്നാൽ ജയിക്കില്ല എന്നും ഒരാൾക്ക് വേണ്ടി ഇനിയൊരു രാഷ്ട്രീയ ആത്മഹത്യക്ക് തയ്യാറല്ല എന്നുള്ള സൂചന നൽകുകയാണ് ചില MLA-മാർ. അതിൽ പ്രധാനമായും 2 MLA-മാരാണ് ഉള്ളത്. ഒന്ന് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും മറ്റേത് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലുമാണ്. ഈ 2 സീറ്റിലും ജോസ് കെ മാണി LDF-ലാണെങ്കിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. 2021-ൽ സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ എന്തോ അത്ഭുതം പോലെ ജയിച്ചു കയറിയതാണ്. അത് PC ജോർജിൻ്റെ വോട്ടുകൾ, അതായത് മുസ്ലിം വോട്ടുകൾ കാലാകാലമായി കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം കൈവിട്ടപ്പോൾ പിണറായിയിൽ എന്തോ ഒരു പ്രതീക്ഷ വെച്ചവർ എല്ലാം LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതാണ് സെബാസ്റ്റ്യൻ്റെ വിജയത്തിന് കാരണം. ഇത്തവണ മുസ്ലിം വോട്ടുകൾ ഒന്നൊഴിയാതെ UDF-ലേക്ക് പോകുകയും പരമ്പരാഗതമായ UDF വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കുകയും ചെയ്താൽ സുഖസുന്ദരമായി UDF സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ ജയിക്കും. മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് പോകാനുള്ള കാരണം ഒട്ടനവധിയുണ്ട്. മലപ്പുറം പരാമർശമടക്കം അതിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. അത് കോൺഗ്രസിലാണെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി PA സലീമിനെ പോലെയുള്ള ജനസമ്മതിയുള്ള നേതാക്കളെ പൂഞ്ഞാറിൽ നിർത്തുകയാണെങ്കിൽ അനായാസം പിടിച്ചെടുക്കാനാവും. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ടോമി കല്ലാനിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ UDF ഉറപ്പിക്കുന്ന പൂഞ്ഞാർ സീറ്റിൽ മത്സരിക്കാനില്ല എന്നും അതുകൊണ്ട് പാർട്ടി മാറി UDF-നൊപ്പം ചേർന്നാൽ ആ സീറ്റ് ശരിയാകുമോ എന്നുള്ളതുമാണ് പൂഞ്ഞാർ MLA എടുക്കാൻ കാത്തുനിൽക്കുന്ന തീരുമാനം. സമാനമാണ് ചങ്ങനാശ്ശേരിയും. കോൺഗ്രസ് ഏറ്റെടുത്താലോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് നൽകിയാലോ നല്ല കരുത്തനായൊരു സ്ഥാനാർത്ഥി വരുന്നതോടെ UDF-ന് അനായാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. നായർ ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന നേതാക്കൾ UDF-ൽ ധാരാളം ഉണ്ടെന്നിരിക്കെ അത് ജോബ് മൈക്കിളിൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുകയാണ്. 2021-ൽ തീരെ പ്രബലനമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും ജോബ് രക്ഷപ്പെട്ടത് 6000 വോട്ടുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പോകില്ല എന്ന് പറയുമ്പോഴും UDF-ലേക്ക് മനസ്സുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളായി ഇവർ 2 പേരും മാറുകയാണ്. ഇനി പോയാൽ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ഏത് പാർട്ടിയിൽ ചേരേണ്ടി വരുമെന്നതിലും തീരുമാനമാകേണ്ടതുണ്ട്. ഏതായാലും എല്ലാം ഒത്തുവന്നാൽ ഇവർ പാർട്ടി വിടുമെന്നും അല്ലാത്ത പക്ഷം തോൽവി ഉറപ്പാണെന്നും ഉള്ളതാണ് ഈ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം.